നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറിന് ഒരു പണി കൊടുക്കാം, JMMനെ പിളർത്താം, ചമ്പൈ സോറിനെ BJPയിലേക്ക് എത്തിക്കാം. ഇതൊക്കെയായിരുന്നു ഹിമന്ത ബിശ്വാസ് ശർമ്മ എന്ന വർഗീയവാദിയെ കൊണ്ട് BJP ചെയ്യിക്കാനിരുന്നത്. കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? വാസ്തവത്തിൽ അതാണ് സംഭവിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ഹിമന്ത ബിശ്വാസ് ശർമ്മ വാലും ചുരുട്ടി ഓടി എന്ന് വേണമെങ്കിൽ പറയാം. നാണം കെട്ട് നാമാവിശേഷമായി കഴിഞ്ഞിരിക്കുന്നു ഹിമന്ത ബിശ്വാസ് എന്ന് തന്നെ പറയേണ്ടി വരും. ചമ്പൈ സോറൻ ഒരു കാരണവശാലും BJPയിലേക്ക് പോവില്ല എന്ന് അദ്ദേഹം തന്നെ മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. താൻ BJP നേതാക്കളെ കണ്ടു എന്ന് പറയുന്നതും അവരുമായി സംസാരിച്ചു എന്ന് പറയുന്നതും അഭ്യൂഹമാണ്. കാരണം BJPയിലേക്ക് പോവേണ്ട യാതൊരു കാര്യവുമില്ല. തന്നെ താനാക്കിയത് JMM ആണ്, ഷിബു സോറനാണ്. അദ്ദേഹത്തിനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എന്നാണ് ചമ്പൈ സോറൻ പറഞ്ഞിരിക്കുന്നത്. ഹേമന്ത് സോറൻ തൻ്റെ അനുചര പോലെയാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തത് ഒരിക്കലും ഒരു മാനഹാനിയോ നഷ്ടവുമായി കരുതുന്നില്ല. ഹേമന്ത് സോറനെ BJP കുടുക്കിയതാണ്. അതിനുള്ള കണക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുമെന്ന് കൂടി ചമ്പൈ സോറൻ വ്യക്തമാക്കുമ്പോൾ BJPക്ക് പണി കിട്ടിയിരിക്കുകയാണ്. BJP വലിയ വ്യാമോഹങ്ങളാണ് നടത്തിയത്. ഇപ്പം തന്നെ ചമ്പൈ സോറിനെ BJPയിലേക്ക് എത്തിക്കാം, അതിനുശേഷം വലിയ കളികൾ നടത്താം എന്നൊക്കെ കരുതിയെടുത്ത് കൃത്യമായ പണി കിട്ടിയിരിക്കുന്നു. BJP നേതാവായ യശ്വന്ത് സിൻഹയുടെ മകൻ കൂടിയായ ജയന്ത് സിൻഹ പാർട്ടി വിടുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് 10 മടങ്ങ് ഊർജമാണ്. JMMനെ തകർക്കാൻ ശ്രമിച്ചവർക്ക് കൃത്യമായ മറുപടി കിട്ടിയിരിക്കും എന്നും ഹേമന്ത് സോറന് എല്ലാ രീതിയിലുള്ള പിന്തുണയും കൊടുക്കുന്നു എന്നുകൂടി ജയന്ത് സിൻഹ പറയുമ്പോൾ ഡബിൾ ഇമ്പാക്റ്റാണ് ആവുന്നത്. അതായത് ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിരുന്നത് പോവുകയും ചെയ്തു. അതാണ് ഇപ്പോഴത്തെ BJPയുടെ അവസ്ഥ. ജയന്ത് സിൻഹ പോകുന്നു, അതോടൊപ്പം ചമ്പൈ സോറിനെ വലവീശി പിടിക്കാനുള്ള BJPയുടെ തന്ത്രം പൊളിഞ്ഞ് പാളീസാകുന്നു. എല്ലാ നാടകീയ നീക്കവും ആവിഷ്കരിച്ച് കേന്ദ്രമന്ത്രിയായി സുഖിച്ചിരിക്കുന്ന അമിത്ഷായ്ക്ക് 8ന്റെ പണി കിട്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ ജാർഖണ്ഡിൽ ഭരണാട്ടിമറിക്ക് വേണ്ടി വലിയ കളികളാണ് BJP നടത്തുന്നത്. MLAമാരെ ചാക്കിട്ട് പിടിക്കാൻ കോടികൾ വാരി വിതറുന്ന രാഷ്ട്രീയ നീക്കമാണ് BJP നടത്തുന്നതെന്ന് കോൺഗ്രസ് വെറുതെ പറയുന്നതല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിൽ തൂത്തുവാരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. പക്ഷേ അതൊന്നും തന്നെ നടക്കില്ല എന്ന് ചമ്പൈ സോറൻ്റെ ഈ തീരുമാനത്തോടു കൂടി വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതായാലും 2 മാസത്തിനുള്ളിൽ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നടക്കും. ജാർഖണ്ഡിലെ 81 സീറ്റുകളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ നഷ്ടമായിരിക്കുമെന്ന് അഭിപ്രായ സർവേകളിൽ വ്യക്തമായ കാഴ്ചയാണ്. അത് മാറ്റിമറയ്ക്കാൻ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കം നടത്താൻ കഴിയുമോ എന്നതായിരുന്നു BJPയുടെ അടവ് നയം. പക്ഷേ അതെല്ലാം പൊളിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ BJPക്ക് ജാർഖണ്ഡിൽ കാലുകുത്താൻ തന്നെ പേടിയാണ്. കാരണം ഹേമന്ത് സോറിനോട് അമ്മാതിരി രീതിയിലുള്ള കന്നന്തിരിവാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരം തോന്നിയാസം മുഴുവൻ കാണിച്ചിട്ട്, ഇത്തരം കന്നന്തിരിവ് മുഴുവൻ കാണിച്ചിട്ട് BJP നേതൃത്വത്തിൻ്റെ എല്ലാ നാറിയ രാഷ്ട്രീയവും അവിടെ ചെലവഴിക്കാം എന്ന് വിചാരിച്ചാൽ ചമ്പൈ സോറൻ അതിന് കൂട്ടുനിൽക്കില്ല എന്ന് തന്നെ മാധ്യമങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്തു. അതോടെ നാറി നാണം കെട്ടിരിക്കുകയാണ് അമിത്ഷാ.